ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പി പരിചയപ്പെട്ടാലോ. ഈ മീൻകറി ഒട്ടും സ്പൈസി അല്ല കേട്ടോ. എന്നെ പോലെ സ്പൈസസ് ഒന്നും ഒട്ടും യൂസ് ചെയ്യാത്തവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. ഇന്നത്തെ കുക്കിങ്ങിനായിട്ട് ഈ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഫിഷൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ വെജിറ്റബിൾസ്, ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് വെജിറ്റബിൾ ഒന്നും ഇല്ല കേട്ടോ. എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം യെല്ലോയും ഓറഞ്ചും കളേഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ റെഡ് ഓനിയൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നീളത്തിൽ കുറച്ച് വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നാരങ്ങ അത് തൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തു. അതിനുശേഷം പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചു. എനിക്കിവിടെ കടുക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വെച്ചു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓനിയന്, അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ വഴറ്റാനായിട്ട് വെച്ചു. അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇവിടെ ഇവരാണെങ്കിൽ ഇതധികം കുക്കൊന്നും ചെയ്യത്തില്ല. ഞാൻ കുറച്ച് വഴറ്റിയാണ് എടുക്കുന്നത്. പിന്നെ യൂസ് ചെയ്തേക്കുന്ന പൗഡർ ഇവിടെ കിട്ടുന്ന സ്വീറ്റ് പാപ്രിക്കയാണ്, നമ്മുടെ മുളക് പൊടി പോലത്തെ മുളക്. പിന്നെ മഞ്ഞൾപ്പൊടി, പെപ്പറും അധികം എരിവൊന്നും ഇല്ലാത്തതാണ്. ഒട്ടും തന്നെ എരിവില്ല ഇവിടുത്തെ പെപ്പറിനും. അങ്ങനെ അതെല്ലാം കൂടെ പാനിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങ, അതാണ് ഇതിനകത്തെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ ഫിഷ് പെട്ടെന്ന് തന്നെ കുക്കാകുന്നതാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ ചോറ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോരുകറി ഇന്നലത്തെയാണ്, അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഉച്ചക്കത്തെ ഇന്നത്തെ എൻ്റെ ഫുഡ്. പിന്നെ നമ്മൾ ഉള്ള സാഹചര്യങ്ങൾ വെച്ച് ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴാണല്ലോ അത് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. ശരിയല്ലേ?